ഇതാണ് അയ്യപ്പൻകോവിലെ മട്ടക്കട്ടയുള്ള LP സ്കൂൾ. സ്കൂൾ ഓഫീസ്. നല്ല ഭംഗിയുള്ള സ്കൂളുകളാണ് ഇപ്പോഴത്തെ LP സ്കൂളുകളൊക്കെ. അത് പഴയ കെട്ടിടങ്ങളൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ ഒരു ഭംഗിയുണ്ട്. ഇവിടെ മേളിലൊരു കെട്ടിടമുണ്ട് കേട്ടോ, അതിൻ്റെ ഭംഗിയൊന്നും കാണും. അൻപത് വർഷത്തിന് മേൽ പഴക്കമുള്ളൊരു സ്കൂളാണിത്. ടീച്ചേഴ്സിനെയൊക്കെ ഒന്ന് പരിചയപ്പെടാവേ. പറഞ്ഞോളൂ, പേര് പറഞ്ഞോളൂ. സാറിൻ്റെ പേര്? മനോജ്. ഞാൻ കട്ടപ്പന സ്വദേശിയാണ്. ഇച്ചിരി ഓർക്ക പറഞ്ഞു. ഇവിടെ 3 വർഷമായിട്ട് ഈ സ്കൂളിൽ പഠിപ്പിക്കുകയാണ് അല്ലേ? പിന്നെ ടീച്ചേഴ്സൊക്കെ? ഇവരൊക്കെയാണ് അധ്യാപകർ. പേര് പറഞ്ഞു, ഇച്ചിരി ഓർക്ക പറഞ്ഞു. ഓക്കെ. അപ്പോൾ ഇവരൊക്കെയാണ് ഇവിടുത്തെ ടീച്ചേഴ്സ്. അപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ 2025-26 അധ്യയന വർഷത്തിൻ്റെ പ്രവേശനോത്സവം പഞ്ചായത്ത് തല ഉദ്ഘാടനമാണ് നമ്മുടെ സ്കൂളിൽ വെച്ച് ഇന്ന് നടക്കുക. 11 മണിക്കാണ്. നമ്മുടെ അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജയ്മോൾ ജോൺസൺ അവരാണ് ഈ പഞ്ചായത്ത് തല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ വാർഡ് മെമ്പർ ശ്രീമതി സോണിയ ജെറിയും മുഖ്യാതിഥിയായിട്ട് എത്തിച്ചേരും. ഉത്സവത്തിനായിട്ട് വന്നിരിക്കുന്ന പുതിയ കുട്ടികളെയൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. കുറേയധികം പിള്ളേർ കൂടി ഇരിപ്പുണ്ട്. എല്ലാവരെയും പരിചയപ്പെട്ടിട്ടില്ല. പെൺകുട്ടികളുണ്ട്, ആൺകുട്ടികളുണ്ട്. എല്ലാവരും ഒരു ഹായ് പറഞ്ഞേ. ഹായ്. ഇവിടെ ഇവരുടെ രക്ഷിതാക്കളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇവരെയൊക്കെ പരിചയപ്പെടാം. ഇതിൻ്റെ ഒരു പ്രവേശനോത്സവം ഉദ്ഘാടനത്തിനായിട്ട് കുറച്ച് താമസമുണ്ട്. അപ്പോൾ ഇവിടെ ചെറിയ മിനി പാർക്ക് പോലെയൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്കൊന്ന് കണ്ടുവരാവേ. ഒരു മരംകൊത്തിയൊക്കെ ഒരു വേഴാമ്പലിനെയൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തേക്കുന്നുണ്ടോ. മനോഹരമായ ബെഞ്ചൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഒരു ആൽമരമൊക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ ഇവിടെ ഒരു ചെറിയൊരു മീൻകുളം ഒക്കെ ഉണ്ട് കേട്ടോ. ഒക്കെ ഇവിടുത്തെ കുട്ടികളുടെ ഒരു ഉല്ലാസത്തിൻ്റെ പേരിലൊക്കെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നതാണ്. ഇതിൻ്റെ അപ്പുറത്തോട്ടൊരു ചെറിയൊരു കാഴ്ചകളൊക്കെ ഉണ്ടേ. ഒരു ഹരിതോദ്യാനമൊക്കെ ഉണ്ട് കേട്ടോ താഴോട്ട്. പക്ഷേ അത് ലോക്ക് ചെയ്തിരിക്കുകയാണ്. അവർ പിന്നീട് തുറന്ന് കാണിക്കുന്നതായിരിക്കും. ഇതാണ് ഇവിടെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിള്ളേർക്ക് കളിക്കാനുള്ള കുറേ ഇതും പിന്നെ ഒരു ചെറിയ പാർക്ക് പോലെയൊക്കെയാണേ. വളരെ മനോഹരമായ ഒരു സ്കൂളാണ്. ആ ഒരു മരമൊക്കെ കണ്ടോ. ഇതിൻ്റെയൊക്കെ ചുവട്ടിലിങ്ങനെ ഒരു വേനൽക്കാലത്തൊക്കെ നമുക്കിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ മരത്തണലിലൊക്കെ ഒരു നല്ലൊരു ആശ്വാസം കിട്ടും. ഇവിടെ കുറേ ചിത്രങ്ങളൊക്കെ ഇങ്ങനെ വരച്ചിരിക്കുന്നുണ്ടോ, മീനിൻ്റെയൊക്കെ. എല്ലാ സ്കൂളിലും ബുധനാഴ്ച ഒരു യൂണിഫോം ഉണ്ട്. നിങ്ങളുടെ സ്കൂളില് ഈ കൂടെ തന്നെ നമ്മുടെ സ്കൂളില് ഇവിടെ പഠിച്ചിട്ട് കഴിഞ്ഞ SSC പരീക്ഷയിലും +2 പരീക്ഷയിലും ഫുൾ A+ നേടിച്ച കുട്ടികളെ നമ്മൾ ആദരിക്കുന്നുണ്ട്. ആ കുട്ടികളെ ക്ഷണിക്കുകയാണ്. അവരെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചോളൂ. പ്രവേശനോത്സവം ഈ വേദിയിൽ ആരംഭിക്കുകയാണ്. നമ്മുടെ പ്രവേശനോത്സവത്തിന്റെ ഈ വേദിയിൽ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട PTA പ്രസിഡന്റ് ഷിൻഡോ പീറ്റർ അവരാണ്. ഈ പരിപാടി പ്രോഗ്രാമിനെ കുറിച്ച് ഇത് പറയുകയാണ്. നമ്മുടെ പുതിയതായിട്ട് വന്നിരിക്കുന്ന കുട്ടികളെ നമ്മുടെ ഈ വേദിയിലേക്ക് സ്വീകരിക്കുന്നുണ്ട്. അവർക്ക് അക്ഷരകിരീടം കൂടി ഈ വേദിയിലേക്ക് സ്വീകരിക്കുന്നുണ്ട്. ആ സമയത്ത് പേര് വിളിക്കുമ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന കുട്ടികളെ രക്ഷകർത്താക്കൾ ഈ വേദിയിലേക്ക് എത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ പരിപാടി ആരംഭിക്കുകയാണ്. നമുക്ക് ഈശ്വര പ്രാർത്ഥനയ്ക്കായിട്ട്
നമ്മുടെ പി ടി പ്രസിഡന്റായ ശ്രീ ഷിൻഡോ പീറ്റർ നമ്മുടെ ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് എത്തിച്ചേർന്നിട്ടുള്ള അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനിയായ ശ്രീമതി ജയമോൾ ജോൺസൺ, നമ്മുടെ വാർഡ് മെമ്പർ സ്നേഹനിധിയായ ശ്രീമതി സോണിയ ജെറി, CRC കോർഡിനേറ്റർ ശ്രീമതി ജോത്സന ടീച്ചർ, ഈ കഴിഞ്ഞ അധ്യയന വർഷം 24-25 അധ്യയന വർഷത്തിൽ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുമാരി ശ്രേയ ശിവു, സൈന മോൾ സ്റ്റാൻലി, അനഘ ബിനു, ഏറെ സ്നേഹമുള്ള എൻ്റെ സഹപ്രവർത്തകരെ, PTA MPTA അംഗങ്ങളെ, മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, ഒരു അരമണിക്കൂറായിട്ട് നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാവർക്കും 25-26, അതായത് അറിവിൻ്റെ ആദ്യാക്ഷരം കുറിക്കാനായിട്ട് ഈ സ്കൂളിൽ കടന്നു വന്നേക്കുന്ന കുഞ്ഞുങ്ങൾക്കും അടുത്ത ക്ലാസ്സിലേക്ക്, അതായത് പുതിയ ടീച്ചറിനെ കാണാനും പുതിയ ക്ലാസ് റൂമൊക്കെ അവർക്കതാണ് പുതിയ ക്ലാസ്സിലുള്ള ടീച്ചറെ, പുതിയ ക്ലാസ് റൂം ഇതൊക്കെയാണെന്നൊക്കെ അറിയാനും കാണാനും വേണ്ടിയാണ് കുഞ്ഞുങ്ങളോട് ഇരിക്കുന്നത്. അത് പ്രസംഗം കേൾക്കാനല്ലെന്ന് എനിക്കറിയാം. എല്ലാവർക്കും ഈ 25-26 അധ്യയന വർഷത്തിൻ്റെ നല്ലൊരു ഈ ഒരു വർഷവും നമുക്ക് നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് ഉള്ള പ്രതീക്ഷയിലും പ്രാർത്ഥനയിലും നിങ്ങളുടെ സഹകരണവും എല്ലാവരുടെയും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായിട്ട് നമ്മുടെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷതമലങ്ങിയിരിക്കുന്ന നമ്മുടെ എല്ലാമായി നമ്മുടെ ഷിൻഡോ പീറ്റർ, നമ്മുടെ PTA പ്രസിഡന്റ് ഷിൻഡോയുടെ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ കാര്യത്തിൽ എല്ലാ കാര്യങ്ങളും അദ്ദേഹം സജീവമായിട്ട് നല്ലൊരു സാരഥിയാണ്. നമ്മുടെ PTAയുടെ ഏറെ സ്നേഹത്തോടെ തന്നെ അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. CRC കോർഡിനേറ്ററാണ്, നമുക്ക് നല്ലൊരു ആശംസ അറിയും. ടീച്ചർ ഈ പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് 3 ചേച്ചിമാരുണ്ട്. എന്നാന്നറിയാമോ? നിങ്ങൾക്കറിയാവോ എന്നെ ചേച്ചിമാരെ എന്നെ ഇവിടെ കയറ്റിയിരുത്തിയേക്കുന്നേ? ആർക്കെങ്കിലും പറയാവോ? സമ്മാനം കൊടുക്കാം. എന്തിന് അറിയത്തില്ല, എന്നാ പറയട്ടെ. അതില് ഒരാള് ശ്രേയ ശിവു 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ബാക്കി 2 പേരും സൈനമോൾ സ്റ്റാൻലിയും അനഘ ബിനുവും +2 കഴിഞ്ഞു. ഈ 3 പേരും ഇവിടെയാണ് 4ാം ക്ലാസ് വരെ. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. നമ്മുടെ സ്കൂളില് പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് നമ്മുടെ ഈ സ്കൂളിലാണ്. കഴിഞ്ഞ ഞാൻ വന്ന വർഷം 10ാം ക്ലാസ്സില് നമുക്ക് +2 A+ കിട്ടിയ കുട്ടികളെ ആദരിക്കുന്നതിന് 4 പേരുണ്ടായിരുന്നു. അതില് അനഘ ബിനുവും ഈ നമ്മുടെ സൈനമോളും ഉണ്ടായിരുന്നു. പിന്നെ 2 കുട്ടികൾ അവർക്ക് ഈ വർഷം വേണ്ട ഒരു വിഷയം കണ്ടില്ലെന്ന് തോന്നുന്നു. ഇതൊക്കെ അവരന്ന് വന്ന് അവാർഡ് വാങ്ങിച്ചിട്ട് പോയതാണ് 2 വർഷം മുമ്പ്. ഫുൾ A+ കിട്ടിയ എല്ലാ കുഞ്ഞുങ്ങളും നമ്മളിവിടെ പഠിച്ച കുഞ്ഞുങ്ങളാണ്. അതാണ് നമ്മളിവിടെ അവർക്കൊരു സ്നേഹാദരവ് കൊടുക്കാൻ തീരുമാനിച്ചത്. നിങ്ങൾക്ക് വാങ്ങിക്കോന്ന് പറ, ആന്ന് പറ. ഒച്ചയില്ല, വിശപ്പാണോ? നമ്മുടെ ഈ പരിപാടിയുടെ ഉദ്ഘാടക അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജയമോൾ ജോൺസൺ, ഏറ്റവും സ്നേഹമുള്ള വാർഡ് മെമ്പർ സോണിയ ജെറി, സ്കൂൾ റാണി ടീച്ചർ, വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, രക്ഷകർത്താക്കളെ, സ്നേഹമുള്ള കുഞ്ഞുമക്കളെ, ആദ്യം തന്നെ പ്രീ പ്രൈമറിയിലേക്കും 1ാം ക്ലാസ്സിലേക്കും മറ്റ് ക്ലാസ്സുകളിലേക്കുമൊക്കെ നമ്മുടെ ഈ സ്കൂളിലേക്ക് കടന്നു വന്ന കുഞ്ഞുങ്ങൾക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു.
അതുപോലെ തന്നെ ഇവിടെ SSLC പരീക്ഷയ്ക്കും +2 പരീക്ഷയ്ക്കുമൊക്കെ നല്ല വിജയം നേടിയ മക്കളെ അവർക്ക് ഉള്ള ആശംസകൾ അറിയിക്കുകയാണ്. മക്കളെ, നിങ്ങൾക്കൊക്കെ സുഖമാണോ? ഒരു ജീവനെല്ലാം അടുത്ത് കാണും, കുഴപ്പമില്ല. നിങ്ങൾക്ക് സ്കൂളിൽ തുറന്നത് സന്തോഷമുണ്ടോ? സന്തോഷമുണ്ട്. എന്നാൽ ചിലർക്കൊക്കെ ചെറിയ സങ്കടം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കുഴപ്പമില്ല, നമുക്കതൊക്കെ ശരിയായിക്കോളും. നമ്മള് ഒരുപാട് പുത്തൻ പ്രതീക്ഷകളൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ സ്കൂളിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. പുതിയ കൂട്ടുകാരെ കിട്ടും, പുതിയ ക്ലാസ് മുറി, പുതിയ ടീച്ചേഴ്സ്, ഇതെല്ലാം നമ്മുടെ സ്വപ്നങ്ങളാണ്. നമ്മുടെ സ്വപ്നങ്ങളെല്ലാം ഇവിടെ സാക്ഷാത്കരിക്കുന്നത് ഇവിടെയുള്ള നമ്മുടെ അധ്യാപകരാണ്. നിങ്ങൾക്ക് വേണ്ട അറിവുകളെല്ലാം ഈ വിദ്യാലയത്തിൽ നിന്ന് അവർ നിങ്ങൾക്ക് നൽകുന്നതാണ്. സ്നേഹമുള്ളവരെ, ഞാൻ കൂടുതലായി ഇനിയൊന്നും പറയുന്നില്ല. കാരണം ടീച്ചർ പറഞ്ഞിട്ടുണ്ട്, സമയം പോയി കൂടുതലായി പ്രസംഗങ്ങളൊന്നും പറയാൻ പാടില്ല എന്നാണ്. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഈ പുതിയ അധ്യയന വർഷത്തിന്റെ എല്ലാവിധ മംഗളങ്ങളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ ആദരിക്കലുമാണ് നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഏറ്റവും ബഹുമാനപ്പെട്ട അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജെയ്മോൾ ജോൺസൺ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നമ്മുടെ പഞ്ചായത്ത് തല സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന ബഹുമാനപ്പെട്ട ഷിൻഡോ പീറ്റർ PTA പ്രസിഡന്റ്, ഇവിടെ സ്വാഗതം ആശംസിച്ച ബഹുമാനപ്പെട്ട HM ശ്രീമതി റാണി തോമസ് ടീച്ചർ, ഈ വാർഡിന്റെ പ്രിയങ്കരായ മെമ്പർ ശ്രീമതി സോണിയ ജെറി, ഇതോടൊപ്പം തന്നെ BRC കോർഡിനേറ്റർ യോത്സന, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, ഇതോടൊപ്പം തന്നെ SSLC പരീക്ഷയ്ക്ക് ഉന്നത വിജയം കരസ്ഥമാക്കിയ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, അധ്യാപകര്, അനധ്യാപകര്, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സ്നേഹനിധിയായ കുഞ്ഞുങ്ങളെ, നമ്മുടെ ഈ വർഷത്തെ പ്രവേശനോത്സവം ഇന്ന് ഇവിടെ ആരംഭം കുറിച്ചിരിക്കുകയാണ്. കുട്ടികളെല്ലാം അവരുടേതായ പുതിയ കൂട്ടുകാരെയൊക്കെ കിട്ടിയപ്പോൾ അവരുടേതായ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും വലിയ വലിയ കൊച്ചു കൊച്ചു വർത്തമാനങ്ങളിൽ കൂടിയാണ് അവർ പോകുന്നത്. LP സ്കൂളിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മുടെ പഞ്ചായത്തിലെ നല്ലൊരു LP സ്കൂളാണ് മാട്ടുകണ്ട ഗവൺമെന്റ് LP സ്കൂൾ. ഇതിന്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിലും, അതോടൊപ്പം തന്നെ ഇവിടുത്തെ അധ്യാപകര് കുഞ്ഞുങ്ങൾക്ക് ആദ്യാക്ഷരം പറഞ്ഞു കൊടുത്തുകൊണ്ട് അറിവിന്റെ ലോകത്തേക്ക് ഇവരെ കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ട അടിസ്ഥാന വിദ്യാഭ്യാസം ഇവിടുന്ന് നൽകിക്കൊണ്ട് കുഞ്ഞുങ്ങൾ അടുത്ത വിദ്യാഭ്യാസ തലത്തിലേക്ക് അവരെ പ്രാപ്തരാക്കി മാറ്റുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ഇവിടുത്തെ അധ്യാപകരെ ഏറ്റെടുത്ത് നടത്തുന്നത്. ഒരു ധൈര്യമുണ്ടാവും, അവർക്ക് ജീവിതത്തിലുണ്ടാകുന്ന ഏത് കാര്യത്തിനും ഒരു ചോദ്യങ്ങൾ അധ്യാപകരോട് ചോദിക്കും. 2025-26 അധ്യയന വർഷത്തിലേക്കുള്ള പ്രവേശന ഉത്സവം ഈ വേദിയിൽ ദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യുകയാണ്. എല്ലാ കുട്ടികളും രക്ഷകർത്താക്കളും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കുക. ദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വിശിഷ്ട അതിഥികളെ ക്ഷണിക്കുകയാണ്. വർഷത്തെ പ്രവേശന ഉത്സവം ഈ വേദിയിൽ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിക്കുന്നു. എല്ലാവരും കൈയടിച്ച് അടുത്തതായിട്ട് നമ്മുടെ മുഖ്യ അതിഥി വാർഡ് മെമ്പർ സോണിയ ജിതി അവർക്ക് ദീപം കൊടുക്കുന്നു. നമ്മുടെ സ്കൂളിന്റെ ഹെഡ് മിസ്ട്രസ് റാണി ടീച്ചർ, PTA പ്രസിഡന്റ് ഷിൻഡോ പീറ്റർ അവറുകൾ,
എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും ഇരിക്കും. കാലങ്ങളിൽ ഇവിടെ അക്ഷരങ്ങളുടെ അക്ഷരപാഠം കുറിച്ച് കഴിഞ്ഞ SLC പരീക്ഷയിലും +2 പരീക്ഷയിലും ഫുൾ A+ കൂടി മികച്ച വിജയം കരസ്ഥമാക്കിയ 3 പ്രതിഭകൾ നമ്മുടെ ഈ വേദിയിലുണ്ട്. അവരെ ആ കാലത്ത് പഠിപ്പിച്ച അധ്യാപകർ എന്ന നിലയിൽ എനിക്ക് ദീപ ടീച്ചർ മാത്രമേ ഈ ആ സമയത്ത് ഉണ്ടായിരുന്നു എന്ന് കരുതുന്നു. എന്തായാലും ഇതിൽ 2 കുട്ടികൾ SLC പരീക്ഷയിൽ ഫുൾ A+ എഴുതുമ്പോൾ നമ്മൾ ആദ്യിക്കുകയുണ്ടായി. അവര് +2 പരീക്ഷയിലും ആ വിജയം ആവർത്തിക്കുകയുണ്ടായി. എന്തായാലും നമ്മളെ സംബന്ധിച്ച് വളരെ അഭിമാനമാണ് ഈ കുട്ടികളെ ഈ വേദിയിൽ ആദരിക്കുക എന്നുള്ളതും അവരെ പരിചയപ്പെടുത്തുക എന്നുള്ളതും ഒക്കെ. എന്തായാലും ഈ കുട്ടികളെ നമ്മുടെ സ്കൂളിന്റെ ചെറിയ ഒരു ഉപകാരം ഏറ്റുവാങ്ങാനും ക്ഷണിക്കുകയാണ്. ഒപ്പം അത് നൽകാൻ വേണ്ടി ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിനെയും വാർഡ് മെമ്പറിനെയും ഈ വേദിയിൽ ക്ഷണിക്കുകയാണ്. ആദ്യമായിട്ട് കഴിഞ്ഞ SLC പരീക്ഷയിൽ ഫുൾ A+ നേടിയ ശ്രേയ ഷിബുവിനെ ക്ഷണിക്കുകയാണ്. ശ്രേയ ഷിബു ഇതിനുള്ള ആദരവ് നൽകുന്നതിനായി ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിനെ ക്ഷണിക്കുന്നു. അടുത്തതായിട്ട് +2 പരീക്ഷയിൽ ഫുൾ A+ നേടിയ അനഹ ബിനു, അതിനോടൊപ്പം തന്നെ SLC പരീക്ഷയിൽ ഫുൾ A+ നേടുകയും ഈ വേദിയിൽ തന്നെ ഈ കുട്ടിയെ ആദരിക്കപ്പെടുകയും ചെയ്തിരുന്നു. ഇപ്പോൾ വീണ്ടും വിജയം ആവർത്തിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ച് വലിയ അഭിമാന നിമിഷമാണ്. അനഹ ബിനുവിനെ ആദരവ് ഏറ്റുവാങ്ങുവാൻ വേണ്ടിയും ആദരവ് നൽകാൻ വേണ്ടി അടുത്തതായിട്ട് സൈനാമോൾ സ്റ്റാലിൻ. ഈ കുട്ടിയും SLC പരീക്ഷയിൽ ഫുൾ A+ നേടുകയും ഈ വേദിയിൽ ആദരിക്കപ്പെടുകയും ചെയ്യുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ +2 പരീക്ഷയിലും വീണ്ടും ഫുൾ A+ നേടിയിരിക്കുന്നു. അതുകൂടാതെ മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. നമ്മുടെ സ്കൂളിലെ ഇവിടെ നമുക്ക് ഭക്ഷണം വെച്ച് തരുന്ന സ്റ്റോളി ചേച്ചിയുടെ മകളും കൂടിയാണ് ഈ താരം. എന്തായാലും അഭിമാനപൂർവ്വം സൈനാമോൾ സ്റ്റാലിയെ ഈ ആദരവ് ഏറ്റുവാങ്ങാൻ വേണ്ടി ക്ഷണിച്ചു കൊടുത്തു. ഇത് നൽകുവാൻ വേണ്ടി നമ്മുടെ ശശി കുടുംബത്തെ ക്ഷണിച്ചു. അക്ഷരഗിരിയിലും ചൂടി ഒരു ബലൂണും ആയിട്ട് വേദിയിലേക്ക് കുട്ടികളെ എത്തുകയാണ്. ബലൂൺ എടുക്കും. ഓക്കെ, സായി കൃഷ്ണ. അടുത്തത് അഞ്ജിത പി. അഞ്ജിത ഉണ്ടോ? അഞ്ജിത പി. അഞ്ജിത വന്നിട്ടുണ്ടോ? അഞ്ജിത കുട്ടികളെ നമ്മുടെ വാർഡ് മെമ്പർ ഭദ്രഗിരിയുടെ ചൂടി അമൃതകുമാരി, ഏബൽ ക്രിസ്റ്റിൻ ജോസഫ്, അഞ്ജൽ ടി അജിത്, അജിൽ കെ രാജു, അവിനാഷ് ഷിജു, സാധിക സന്തോഷ്. ഇനി നമ്മുടെ ഈ സ്കൂളില് ഈ വർഷം 2ാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ നേടിയ കുട്ടിയുണ്ട്. മീനാക്ഷി സജിയെ വളരെ ക്ഷണിക്കുകയാണ്. ആദ്യമേ പ്രീപ്രൈമറി കുട്ടികൾക്കുള്ള സമ്മാനമാണ്. അവിടെ കുട്ടികളെ എന്റെ സമ്മാനം നമ്മുടെ വാർഡ് മെമ്പറിനെ കരസ്ഥമാക്കുക. ശ്രീലക്ഷ്മി KS. ശ്രീലക്ഷ്മി എന്ന
ഒന്നാം ക്ലാസ്സുകാർക്കുള്ള സമ്മാനം കൊടുക്കുകയാണ്. ഒന്നാം ക്ലാസ്സുകാർക്കും അതുപോലെ അവിനാഷ് ഗീതം, അരവിന്ദ് BA, അക്ഷര അമ്പു, മീനാക്ഷി സരി. നമുക്ക് ആശംസ നൽകുന്നതിന് വേണ്ടി നമ്മുടെ മാധ്യമങ്ങളെ ഉദ്ഘാടനം ചെയ്ത ഐപ്പങ്കോൽ ഗ്രാമപഞ്ചായത്തിന്റെ ബഹുമാനിയായ പ്രസിഡന്റ് ശ്രീമതി ജയമോൾ ജോൺസൺ, വേദിയിലും സദസ്സിലും ഉപേക്ഷിതരായിരിക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, വളരെ സന്തോഷത്തോടുകൂടിയാണ് ഞാൻ ഇന്നിവിടെ വേദിയിൽ നിൽക്കുക. UP സ്കൂളിന്റെ പ്രവേശനോത്സവമായിരുന്നു രാവിലെ 10:15. അവിടെ ചെന്നപ്പോൾ അവിടെ കണ്ടത് ഈ സ്കൂളിൽ നിന്നും പോയ നമ്മുടെ മിടുക്കരായ വിദ്യാർത്ഥികൾ. ഞാൻ ഏറെ അഭിനന്ദിക്കുകയാണ് ഈ സ്കൂളിലെ അധ്യാപകരെ ഓരോരുത്തരെയും. ഈ പിള്ളേരൊക്കെ നമ്മുടെ പിള്ളേരാണല്ലോ. ഇവിടെ തീർച്ചയായിട്ടും അതിന്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ഓരോ അധ്യാപകർക്കുമാണ്. നമുക്കറിയാം ഇവിടെ ഇരിക്കുന്ന ശ്രീമതി ജോൺസിനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, കുഞ്ഞു കൂട്ടുകാരെ, മാതാപിതാക്കളെ, പ്രിയ സഹപ്രവർത്തകരെ, 2 മാസത്തെ അവധിക്ക് ശേഷം സ്കൂളിൽ വന്നിട്ട് എല്ലാവർക്കും സന്തോഷമുണ്ടോ? ആണോ? വീട്ടിലിരിക്കുന്നതാണോ ഇഷ്ടം, സ്കൂളിൽ വരുന്നതാണോ ഇഷ്ടം? അപ്പൊ അയ്യപ്പൻ സ്കൂളിലെ കുട്ടികളെല്ലാം മിടുക്കരല്ലേ? നിങ്ങൾക്കെല്ലാം സ്കൂളിൽ വരുന്നതാണോ ഇഷ്ടം? 2 മാസം വീട്ടിലിരുന്നിട്ട് എല്ലാവരും എന്ത് ചെയ്തു? എന്തൊക്കെ ചെയ്തു? ഗെയിം കളിച്ച് കളഞ്ഞ 2 മാസം. അത് പുസ്തകങ്ങളൊക്കെ പൊതുവിദ്യാലയത്തില് ഈ മാതാപിതാക്കളുടെയും നമ്മുടെ സമൂഹത്തിന്റെ ഒക്കെ ഒരു മാറ്റം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഭിനന്ദിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ സ്കൂളിലേക്കും ഇത്രയും കുട്ടികൾ കടന്നു വന്നിരിക്കുന്നത്. എല്ലാ സജ്ജീകരണങ്ങളും ഈ സ്കൂളിലുണ്ട്. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അറിയാം. സമഗ്ര ശിക്ഷ കേരള ഇടുക്കിയുടെ നേതൃത്വത്തിൽ, കട്ടപ്പന PRCയുടെ നേതൃത്വത്തിൽ നമ്മളൊരു 10 ലക്ഷം രൂപ ഫണ്ട് ഉപയോഗിച്ച് ഒരു സ്റ്റാർസ് പ്രീ പ്രൈമറി നിങ്ങൾ കണ്ടു. 3 കുട്ടികൾ 10ാം ക്ലാസ്സിലും +2ലും ഉന്നത വിജയം നേടി ഒരു സന്തോഷത്തോടെ വന്നിരിക്കുന്നത്. ശരിക്കും ഇവരെ കണ്ടപ്പോൾ എനിക്ക് ഒരു അഭിമാനം തോന്നി. ഞാൻ വർഷം നിർത്തുന്നു. നമുക്ക് വളരെ പാവപ്പെട്ട കുട്ടികളൊക്കെ പഠിക്കുന്ന ഒരു സ്കൂളാണ്. പൊതുജനങ്ങളായിട്ടുള്ള അനേകം പേര് നമ്മൾ ഇങ്ങനെയുള്ള കുട്ടികളെ സഹായിക്കാൻ വേണ്ടി മുൻനിരയിലേക്ക് എത്താറുണ്ട്. പ്രിയപ്പെട്ട ശശി ചേട്ടനും കുടുംബവും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മുടെ സ്കൂളിനെ പല രീതിയിൽ കുട്ടികളെയും സ്കൂളിനെയും ഒക്കെ ആഗ്രഹിച്ച് സഹായിച്ചിട്ടുള്ളവരാണ്. ഈ അധ്യയന വർഷവും എല്ലാ കുട്ടികൾക്കും അവർ ഒരു പഠനോപകരണമായിട്ട് ഒരു ബുക്കും പേനയും എല്ലാ കുട്ടികൾക്കും ആയിട്ട് സ്കൂളിൽ എത്തിച്ചിട്ടുണ്ട്. അവർ പ്രതികാത്മകമായിട്ട് ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും ഇത് വിതരണം ചെയ്യുന്നില്ല. അത് നാളെ വാക്കുകൾ എഴുതുന്നതായിരിക്കും. ഇപ്പോൾ 4ാം ക്ലാസ്സിലെ കുട്ടികളെ ഓരോരുത്തരെയായിട്ട് വിളിക്കുകയാണ്. ഇപ്പോൾ ഈ പഠന ഉപകരണമായിട്ടുള്ള ഉപകരണം സ്വീകരിക്കാൻ വേണ്ടി 4ാം ക്ലാസ്സിലെ കുട്ടികളെ ക്ഷണിക്കുന്നു. ഒപ്പം ഇത് നൽകാൻ വേണ്ടി പ്രിയപ്പെട്ട ശശി ചേട്ടനെയും കുട്ടികളെയും ക്ഷണിച്ചു. ഓക്കെ ശ്രീനന്ദന അനുപ്രിയ, അനുശ്രീ, അർഷിത, ആരോണ്, ക്രിസ്റ്റോ, റാം, ആദിദേവ്, ആദിത്യനാഥ്, അജയ്. എല്ലാ കുട്ടികൾക്കും ഉള്ളതുകൊണ്ട് പ്രീപ്രൈമറി തൊട്ട് എല്ലാ കുട്ടികൾക്കുമുള്ള പഠനങ്ങളുണ്ട്. ഇപ്പോൾ
പ്രത്യേകമായ 4ാം ക്ലാസ് കുട്ടികൾ നാളെ ബാക്കിയുള്ള കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ വേണ്ടി സ്കൂളിന് വേണ്ടി ഇത്രയും നല്ല സഹായങ്ങളൊക്കെ ചെയ്തു തരുന്ന ശശിധരന്റെ കുടുംബത്തിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് അടിസ്ഥാന വിദ്യാഭ്യാസം നൽകി. ഒരു സസ്യത്തിൽ എന്ന പോലെ അതിന്റെ വളർച്ചാ കാലഘട്ടത്തിൽ അതിന് നല്ല വളവും വെള്ളവും നൽകിയാൽ അത് തളച്ചു വളരുന്നത് പോലെ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രാഥമിക വിദ്യാഭ്യാസമാണ് അവരുടെ പ്രധാനമായും അവരുടെ ഭാവിയെ നിർണ്ണയിക്കുന്നത്. കൂടാതെ ഈ സ്കൂളിൽ നിന്നും എനിക്ക് 4ാം ക്ലാസ്സില് LSS സ്കോളർഷിപ്പ് കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അന്ന് എനിക്ക് ഈ സ്കൂളിൽ നിന്ന് ലഭിച്ച പ്രോത്സാഹനവും അനുമോദനവും എൻ്റെ മുന്നോട്ടുള്ള മികച്ച വിദ്യാഭ്യാസത്തിന് പ്രചോദനമായിട്ടുണ്ട്. നമ്മുടെ ഈ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത് ഈ വേദികളിൽ പ്രധാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ്, ഈ വേദിയിൽ ഈ പ്രവേശനോത്സവത്തിന് അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനപ്പെട്ട PTA പ്രസിഡന്റ് പീറ്റർ, നമുക്ക് ഇന്ന് പുതുതായിട്ട് പ്രവേശനം നേടിയ കുട്ടികളെ സ്വീകരിച്ച വാർഡ് മെമ്പർ, പ്രധാനപ്പെട്ട HM, റാണി ടീച്ചർ, ജോസ്ന ടീച്ചർ, അതുകൂടാതെ നമ്മുടെ ഇന്ന് ഈ സ്കൂളിൽ ആദരിക്കപ്പെട്ട പ്രതിഭകളായിട്ടുള്ള 3 കുഞ്ഞുങ്ങൾ, പ്രിയപ്പെട്ട എൻ്റെ സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, ശുഭാശയങ്ങൾ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നന്ദി പറയുകയാണ് എൻ്റെ കർത്തവ്യം. ഞാനിത് നീട്ടുന്നില്ല. എന്തായാലും പുതിയ അധ്യയന വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഗവൺമെൻറ് വിദ്യാഭ്യാസ അയ്യപ്പൻകോവില് വീണ്ടും പുതിയ വർഷത്തിലേക്ക് തുറന്നു കുറിക്കുമ്പോൾ പണ്ട് ഒക്കെ നിങ്ങൾ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഈ 3 കുഞ്ഞുങ്ങളും ഒക്കെ ഇതേപോലെ ഈ വേദിയിൽ പ്രവേശനോത്സവം ഒക്കെ ആയിട്ട് എത്തിയവരാണ്. ആ കാലത്തൊക്കെ ഈ സ്കൂളിൽ വളരെയധികം കുട്ടികൾ ഉണ്ടായിരുന്നു എന്നാണ് കരുതുന്നത്. ഞാൻ 3 വർഷമായിട്ടാണ് ഇവിടെ ഉള്ളത്. എങ്കിലും കുട്ടികളുടെ എണ്ണമൊക്കെ നമുക്ക് താരതമ്യേന കുറഞ്ഞാണ് വരുന്നത്. അതും കരിക്കമ്മേട് ഗവൺമെൻറ് LP സ്കൂൾ എന്ന് പറയുന്നത് അന്ന് ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് 10-30 കുട്ടികൾ മാത്രമുള്ള സ്കൂളാണ്. ഞാൻ അവിടെ 4-5 വർഷം അവിടെ ഒരു 8 വർഷത്തോളം പഠിപ്പിച്ചതാണ്. അപ്പോൾ ആ സമയത്ത് വളരെ താഴ്ന്ന ഒരു റിമോട്ട് ഏരിയയാണ് കരിക്കമ്മേട് എന്ന് പറയുന്നത്. അറിയാവുന്നവർക്കറിയാം. അപ്പം അവിടെ പഠിച്ച കുട്ടി ഇന്ന് അവിടെ PhD ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളൊപ്പം തന്നെ ഇപ്പോൾ ഇന്ന് അത് അസോസിയേറ്റ് പ്രൊഫസറായിട്ട് വരികയാണ്. അപ്പോൾ പൊതുവിദ്യാലയത്തിലെ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ച കുട്ടികൾ ആരും പിന്നോട്ടല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞത്. ഞങ്ങളോടൊപ്പം തന്നെ നമ്മുടെ വേദിയിൽ ഇരിക്കുന്ന കുട്ടികൾ, അവരെ ആദ്യാക്ഷരം ഇവിടെയാണ് കുറിച്ചത്. അവരുടെ വാക്കുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അവരും നമ്മുടെ സ്കൂളിൽ പഠിച്ചു എന്ന് ഓർത്തുകൊണ്ട് ഒരു കുട്ടിയും പിന്നോക്കം പോകുന്നില്ല എന്നുള്ളത് അറിയുകയാണ്. ഈ സ്കൂളിന്റെ പ്രവർത്തനവും ഈ സ്കൂളിനോട് ആദ്യമായിട്ട് നമ്മുടെ ഈ പ്രവേശനോത്സവത്തിന് അധ്യക്ഷത വഹിച്ചത് ബഹുമാനപ്പെട്ട PTA പ്രസിഡന്റ് ഷിൻഡോ പീറ്റർ അവர்களാണ്. അദ്ദേഹം 2 വർഷമായിട്ട് നമ്മുടെ സ്കൂളിലെ അപ്പോൾ അത്രയും സഹകരിക്കുന്ന ഒരു PTA പ്രസിഡന്റാണ് നമുക്കുള്ളത്. ഇന്ന് ഈ വേദി അധ്യക്ഷത അലങ്കരിക്കുന്ന പ്രിയപ്പെട്ട ഷിൻഡോ പീറ്റർ അവരുടെ നന്ദിയോടെ ഈ സമയം ഓർക്കുകയാണ്. ഈ അവസരത്തിൽ നമ്മുടെ സ്കൂളിൻ്റെയും ഈ വേദിയിലിരിക്കുന്ന എല്ലാവരുടെയും പേരുള്ള നന്ദി ആ സമയത്ത് അറിയിക്കുന്നു. നമുക്ക് ഇന്ന് ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് വേദി വിട്ടിരിക്കുന്നു. നമുക്കറിയാം പഞ്ചായത്തിന്റെ സഹകരണം, നമ്മുടെ സ്കൂളിനോടുള്ള സഹകരണം അത് എല്ലായ്പ്പോഴും എടുത്തു പറയുന്നതാണ്. നമ്മൾ ഈ വർഷവും നമുക്ക് ഈ പ്രവേശനോത്സവം ഇതിനോടത്തോളം കാലം നമ്മുടെ സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി പങ്കെടുത്ത് ഞങ്ങളെ സഹകരിക്കും എന്നാണ് കരുതുന്നത്. എന്തായാലും ഇന്ന് ഇവിടെ വേദിയിലെത്തി നമ്മുടെ ഈ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജയ്മോൾ ജോൺസൺ അവരോടുള്ള നന്ദി ഈ വേദിയിൽ ഇരിക്കുന്ന എല്ലാവരുടെയും സ്കൂളിൻ്റെ നന്ദി അറിയിച്ചുകൊണ്ടു. നമുക്ക് മുഖ്യ അതിഥിയായി എത്തിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർ സോണിയാചാരി അവர்களാണ്. അദ്ദേഹം നമുക്കറിയാം സ്കൂളിൻ്റെ ഭാഗം തന്നെയാണ്.
ഇവിടെ സ്കൂളിലെ ഏത് കാര്യത്തിലും സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങളിലും ഒക്കെ അത് ചെറുതായാലും വലുതായാലും കമ്മിറ്റി ആണെങ്കിലും ഇനി ശുചീകരണ പ്രവർത്തനമാണെങ്കിലും അതിനോടൊപ്പം തന്നെ പഞ്ചായത്തിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട അല്ലെങ്കിൽ ഫണ്ടുകൾ അല്ലെങ്കിൽ നമുക്ക് ലഭിക്കാവുന്ന ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ ഒക്കെ ചോദിച്ചു വാങ്ങി നമ്മുടെ സ്കൂളിൽ അത് നടപ്പിലാക്കുകയും ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ സ്കൂളിൻ്റെ ഒരു പ്രതിനിധിയാണ് ഞങ്ങൾ. സ്കൂളിൽ നിന്ന് വേറിട്ട് കാണുന്ന ഒരു വ്യക്തിയല്ല ഈ സോണിയാചാര്യ അവർക്ക്. അതിനുപൂർവ്വം ഞങ്ങൾ ഓർക്കുന്നു. ഈ സമയത്ത് സ്കൂളിൻ്റെയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിച്ചു കൊടുക്കുന്നു. പേര് പേര് പറഞ്ഞേ പേര് പറഞ്ഞേ പേര് പറ. കൊച്ചിൻ്റെ പേര് പറ. ആ നിന്റെ പേരെങ്ങനെയാ? മോൻ്റെ പേരെങ്ങനെയാ? അരവിന്ദ്. ഇവിടെ കുട്ടികൾക്ക് പഠനവും കളി ഉപകരണങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ LP സ്കൂൾ എന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു കണ്ടീഷനിലൊക്കെയാണ്. നമ്മളൊക്കെ ചെറുപ്പത്തിൽ പഠിച്ച പോലെ അല്ല. ഇതൊരു മിനി സ്റ്റേജാണ് കേട്ടോ. ഇവിടെ പല പല കർട്ടനുകൾ മാറി മാറി ഉപയോഗിക്കാൻ പറ്റും. ചായ കുടിച്ചായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഈ സ്കൂളിൻ്റെ ഒരു പ്രവേശനോത്സവത്തിൻ്റെ ഒക്കെ ആയിട്ടുള്ള ഒരു ചെറിയ വ്ളോഗായിരുന്നു. വ്ളോഗെന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയ വീഡിയോ. അപ്പോൾ അത് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ.